ശ്രീമദ് മഹാഭാഗവതം നിത്യപാരായണം. ഇന്ന് ദശമസ്കന്ധത്തിലെ 69-ാമത്തെ അധ്യായം. നാരദർക്ക് എങ്ങനെയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഇത്ര അധികം ഭാര്യമാരോട് കൂടി കുടുംബം നടത്തുന്നത് എന്നൊരു സംശയം തോന്നുകയും ഭഗവാനെ പരീക്ഷിക്കാൻ ദ്വാരകയിലേക്ക് പോകുന്നതും ഓരോ വീട്ടിലും ഭഗവാൻ വ്യത്യസ്ത രൂപത്തിൽ വ്യത്യസ്ത വിധത്തിൽ കർമ്മങ്ങൾ ചെയ്യുന്നത് കണ്ട് ആശ്ചര്യപ്പെടുന്നതും ഒടുവിൽ ഭഗവാൻ ഒന്നിലുമില്ലാതെ തനിയെ നിൽക്കുന്നതും ഒക്കെ കണ്ട് ആ ഭഗവാന്റെ മായയിൽ നാരദർ അത്ഭുതപ്പെട്ട് ഭഗവാനെ വണങ്ങുന്നതൊക്കെയാണ് ഈ അധ്യായത്തിൽ പരാമർശിക്കുന്നത്. എല്ലാവരുടെയും ആയുരാരോഗ്യ സൗഖ്യത്തിനും നന്മയ്ക്കും പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീമദ് മഹാഭാഗവത പ്രാർത്ഥന ശ്ലോകങ്ങൾ. ഓം തത്സത്. സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം മാം വർണ്ണവാത്. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോऽസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോऽയം സഫലഃ സർവദാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യോ ദാസോഹം തവ കേശവ. ശുഗരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ ഏതത്കഥാ പ്രകാശേന മദജ്ഞാനം വിനാശയ. ദേവദേവ ജഗന്നാഥ പുണ്യശ്രവണ കീർത്തന യദുത്തമോത്തമ ശ്ലോക നാരായണ നമോസ്തുതേ. ഭവേ ഭവേദാ ഭക്തി പാദയോസ്തവ ജായതേ തദാ കുരുഷ്വ ദേവേശ സ്തം നോ യദ പ്രഭോ. നാമ സങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം ദുഃഖശമന തം നമാമി ഹരിം വരം. തം നമാമി ഹരിം വരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവത വന്ദന ശ്ലോകങ്ങൾ. ഓം തത്സത്. ജന്മാദസ്യേതോന്നയാദിതരതശ്ചാക്ഷേഷഭിജ്ഞസ്വരാൻ തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഹ്യന്തി യൈസൂരയ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ സദാ നിരസ്തകുഹകം. സത്യം പരം ധീമഹി. സത്യം പരം ധീമഹി. ധർമ്മപ്രോജിത കൈതവോത്ര പരമോ നിർമത്സരാണാം സദാ. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരീരീശ്വര. സദ്യോ ഹൃദ്യവരുദ്ധതേത്ര പൃഥിവി ശുശ്രൂഷുഭി തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം ശുഖമുഖാദമൃതദ്രവ സംയുതം. പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഓം തത്സത്. ഓം. ശ്രീമദ് മഹാഭാഗവതം ദശമസ്കന്ധത്തിലെ 69-ാം അധ്യായം. ഓം തത്സത്. അത ദശമസ്കന്ധ ഏകോനസപ്തതിതമോऽധ്യായഃ. ശ്രീശുഗോവാച. ശ്രീശുക ഉവാച. നരകം നിഹതം ശ്രുത്വാ തദ്ദോദ്വാഹം ച യോഷിതാം കൃഷ്ണേനൈകേന ഭക്തീനാം തദ്ദിദൃക്ഷുസ്മ നാരദഃ. വാസുദേവായ ചിത്രം വദൈതദേഗേന വപുഷായുഗവത്പ്രച ഗൃഹേഷു ദൃഷ്ട്വാ സാഹസ്രം സ്ത്രിയ ഏക ഉദാവഹത്. ഇത്യുത്സുബോധാരവതിം ദേവസ്യ ദൃഷ്ടുമാഗമത്. പുഷ്പിതോപവനാന രാമ വിജാടീനാദിതാം. ഉത്ഫുല്ലേന്ദീതരാം ഭോജ കൽഹാരകുസുമോത്പലേ ചുരിദേഷു സരസ്സുഞ്ചേ പൂജിതാം ഹംസസാരസേ. കൃഷ്ണന്റെ ദ്വാരകയുടെ വർണ്ണനമാണ്. പ്രാസാദലക്ഷീർ നവഭിർജുഷ്ടാം സ്ഫടികരാജതേ മഹാമരതകപ്രഖ്യൈ
സ്വർണരത്നപരിച്ഛദൈः വിരുചിരം സുരാലയെ സംസിക്തമാർഗാംഗണവീതിഹളി പദപദാഗാധ്വജവാദിതാപദാം തസ്യാമന്തപുരം ശ്രീമത് സച്ചിദം സർവധിഷ്ണവൈ ഹരേ സ്വകൗൽശലം യത്ര തുഷ്ട്രാ ഹാസ്യേന ദർശിതം തത്ര ഷോഡശഭി സത്മസഹസ്രൈ സമലംകൃതം വിവേശൈകതം വിവേകൈസതം ശൗര്യേ പത്നീനാം ഭവനം മഹത്. 16,108 ഭാര്യമാരുണ്ട് ഭഗവാന്. അവിടെ ഒക്കെ എങ്ങനെയാണ് ഭഗവാൻ പാലിക്കുന്നത് എന്ന് അത്ഭുതപ്പെടുകയാണ്. വിഷ്ടബ്ധം വിദ്രുമസ്തംഭേ വൈഡൂര്യൈ ഫലകോത്തമൈ ഇന്ദ്രനീലമയൈ കുഢ്യേ ജഗത്യാചാവഗത്വിഷാ വിദാനിൻ നിർമ്മിതൈ സ്ഫുരിതാ മുക്താദാമ വിളംബിവി ദാന്തേരാസന പര്യങ്കേ മണ്യുത്തമപരിഷ്കൃതൈ രാസീഭിർനിഷ്കണ്ഠീഭിः സുവാസോഭിരലങ്കൃതം പുംഭിः സകുഞ്ചുകോഷ്ണീഷാ സുവസ്ത്രമണികുണ്ഡലൈः രത്നം പ്രദീപനികരദ്യുതിഭിർനിരസ്തദ്ധ്വാന്തം വിചിത്രവളഭീഷു ശിഖണ്ഡിനോഖാ നൃത്യന്തി തത്ര വിവിധാഗരുധൂപമക്ഷൈർനിര്യാന്തമീച്യ ഘനബുദ്ധയ ഉന്നതത്വാ ഓം ശ്രീകൃഷ്ണായ നമഃ. തസ്മിൻ സമാന ഗുണരൂപ വയസ്സുവേശ ദാസീ സഹസ്രയുധയാനുസവം ഹൃദിന്യാ വിപ്രോദദർശ സമരവ്യജനേന രുഗ്മദണ്ഡേന സാത്വതപതിം പരിവീജയന്ത്യാഃ. തം സന്നിരീക്ഷ്യ ഭഗവാൻ സഹസോത്തിതശ്രീ പര്യങ്കത സകലധർമ്മഭൃതം വരിഷ്ഠ ആനമ്യ പാദയുഗളം ശിരസാ കിരീട യുഷ്ടേന സാഞ്ജലിരവീ വിശദാസനെ സ്വേ തസ്യാവനിജ്യചരണോ തദപ സ്വമുഗ്നാ വിഭ്രജ്ജഗദ്ഗുരുതരോപി സദാമുപദീർഘി ബ്രഹ്മണ്യദേവ ഇതി യദ്ഗുണനാമയുക്തം തസ്യൈവ യച്ചരണവും ചരണശൗച വിശേഷതീർത്ഥം സംഭൂജ്യദേവർഷി പുരാണോ നാരായണോ നരസഭോ വിധിനോദേന വാണ്യാഭിഭാഷ്യ മിതയാമൃതമൃഷ്ടയാ ത്വം പ്രാഹ പ്രഭോ ഭഗവതി കരവാമദേഹി. നാരദാവാച നൈവാദ്ഭുതം ത്വയി വിഭോ കില ലോകനാഥേ മൈത്രീജനേഷു സകലേഷു തമഗ്ഗലാനാം നിശ്ചേയസായ ഹി ജഗത്തിരക്ഷണാഭ്യാം സ്വൈരാവതാരൗരുകായ വിധാമ സുഷ്ടു. ദുഷ്ടം തവാംഗ്രിയുഗളം ജനതാപവർഗം ബ്രഹ്മാദിവിരിഞ്ചമഗാധബോധേ സംസാരപൂവപഥോത്തരനാവലംബം ധ്യായം ശരാമ്യരുഗാണേ തസ്മതി സ്യാത്. തദോന്യതാ വിശദ്ഗേഹം കൃഷ്ണപജ്ഞാ സനാരദഃ യോഗേശ്വരേശ്വരസ്യാം ദുർഗാ യോഗമായാ വിവിത്സയാ ദിവ്യാന്തമക്ഷൈസ്തത്രാപി പ്രിയയാ ചോദ്ധവേന ച പൂജിതപരയാ ഭക്ത്യാ പ്രതിഷ്ഠാനാസനാദിഭിः. പൃഷ്ടശ്ചാവിദുഷേ ഓം ശ്രീകൃഷ്ണായ നമഃ. പൃഷ്ടശ്ചാവിദുഷേ വാസോ കഥായാതോ ഭവാനിതി ക്രിയതേ കിം ന പൂർണ്ണനാമം പൂർണ്ണനാമ അപൂർണൈരസ്മാദിഭിः. അഥാവിബ്രൂഹിണോ ബ്രഹ്മൻ ജന്മേതശോഭനം കുരു സദു വിസ്മിതോത്ഥായ തുഷ്ണീ മന്യതഗൃഹം. തത്രാപ്യജഷ്ടഗോവിന്ദം ലാളയന്തം സുതാൻ ശിശൂൻ തദോന്യസ്മിൻ ഗൃഹേ പശ്യൻ മജ്ജനായ കൃതോദ്യമം ജുഹ്വന്തം ച വിധാനാഗ്നിം യജന്തം പഞ്ചഭിർമഖൈ ഭോജയന്തം ദ്വിജാൻ കാക്വാഭി പുഞ്ചാനാവശേഷിതം. നാരദരെ ഭഗവാൻ സ്വീകരിക്കുന്നതൊക്കെയാണ് പാരായണം ചെയ്യുന്നത്. കാപിസന്ധ്യാമുപാസീനം ജപന്തം ബ്രഹ്മഭാഗ്യദം ഏകത്ര ജാസി ചർമാഭ്യാം ചരന്തം ശിവർമസു. അശ്വഗജേരഥൈ ക്വാപി വിചരന്തം ഗദാഗ്രജം ക്വചിച്ഛയാനം പര്യങ്കേ സ്തുയമാനം ച വന്ദിഭിः. മന്ത്രയന്തം ച തസ്മിൻശ്ചിൻ മന്ത്രിഭിശ്ചോദ്ഭവാദിഭിः ജലക്രീഡാരതം ക്വാപി പാരമുഖ്യാമിരാവൃതം കുത്രചിദ്വിജമുഖ്യേഭ്യോ ദദതം ഗാ സ്വലംഘൃതാം ഇതിഹാസപുരാണാനി
मङ्गलानि च हसन्तं हास्यकथया कदाचित् प्रिया गृहे क्वापि धर्मं सेवमानम् अर्थः कामो च कुत्रचित् ध्यायन्तमेकमासीनं पुरुषं भगते परं शुश्रूषन्तं गुरुन् क्वापि कामे भोगि सपर्यया कुर्वन्तं विग्रहं कैश्चित् सन्धिं चान्यत्र केशवं कुत्रापि सह रामेण चिन्तयन्तं सदां शिवम् पुत्राणां दुहितॄणां च काले द्युपयापनं द्वादैर्वरैस्तत्सदसि कल्पयन्तं विभूतिभिः प्रस्तापनो पानयने अभज्ञानामकुल्सवान् वीक्षयोगीश्वरेशस्य येषां लोका विशृङ्गते यजन्तं सकलान् देवान् क्वापि कद्भिरुज्जितैः पूर्तयन्तं क्वचिन्तं कुभाराममठादिभिः चरन्तं मृगयां क्वापि अयमारुह्य सैन्धवं ग्रन्थं ततः पशून्मेध्यान् परीदं यदुपुङ्गवैः व्यक्तलिङ्गं निःसन्दा पुरगृहादिषु क्वचिच्चरन्दं योगेशं तत्तद्भावबुभुत्सया अधो वा ऋषिकेशं नारदप्रहसन्निव योगमायोदयं वीक्ष्य मानुषीमीयुषो गतिम् विधामयोगमायास्ते दुग्धस्य अभिमायिनं योगेश्वरात्मन्यपादा भवत्पादनिसेवया अनुजानीहि मां देवा लोकांस्ते यशसाप्लुतान् पर्यडामि तवोद्गायन् लीलां भुवनभाविनीं श्रीभगवानुवाच ब्रह्मन् धर्मस्य भक्ताहं भक्ता तदनुमोदिता तच्छिक्षयं लोकमिमंसिदपुत्रमाखिदा श्रीशुगावाच इत्याचरन्तं सद्धर्मान् पावनान् गृहमेदिनां तमेव सर्वगेहेषु सन्दमेघं ददर्शः कृष्णस्यानन्दवीर्यस्य योगमाया महोदयं मुहुर्दृष्ट्वा सुचिरभूत्विस्मितो जातकौतुका इत्यर्थकामधर्मेषु कृष्णेन सद्धितात्मना सम्यक् सभाजितप्रीत समेवानुस्मरन् ययौ एवं मनुष्यपदवीमनुवर्तमानो नारायणो गिरिवायुर्गिरिशक्ति तानीह विश्वविदयोद्धो वृत्तिहेतु कर्माणनन्य विषयाणि हरिश्चकार यस्तुङ्गगायति शृणोत्यनुमोददेवा भक्तिर्भवेत् भगवती भवद्गमाद्ये ॐ तत्सत् सर्वत्र गोविन्दनाम संकीर्तनं गोविन्द गोविन्द इति श्रीमद्महाभागवते महापुराणे पारमहंस्यसंहितायां दशमस्कन्धे उत्तरार्धे कृष्णग्राहस्य दर्शनं नाम एकोनसप्ततितमोऽध्यायः सर्वत्र गोविन्दनाम संकीर्तनं गोविन्द गोविन्द ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्ण परमात्मने नमः ॐ तत्सत् श्रीमद्महाभागवत कीर्तन जय जय भागवता देवा जय जय भागवता जय जय राधा कृष्ण स्वरूप जय जय भागवता देवा जय जय भागवता मिरिनिकलयुगला कृष्ण कंगणकरयुगला कुङ्कुम पंगिलवक्षस्थलवर कुवलयदल नीला देवा जय जय भागवता रविनवनीतहरा कृष्णा तरुणी चित्तहरा जय पालय दामोदर हरि तुलसी दामोदरा देवा जय जय भागवता गोवर्धनधरणा कृष्णा गोपीजनरमणा कोमल पल्लव सुन्दर चरण कोकिल मधुवजना देवा जय जय भागवता नंदकुमार हरे
കൃഷ്ണ നാരദ ഗീത ഗുണ നാരായണ വര ഭട്ടതിരീകൃത തുലിവര ശുഭ ഫലദ ദേവാ ജയ ജയ ഭാഗവത പൂതാന പ്രിയ ഹേ കൃഷ്ണ വൃന്ദാവന രസികാ പ്രേമിക ഭാവുക മണ്ഡല പൂജിത പാദ സരോജയുഗ ദേവാ ജയ ജയ ഭാഗവത ജയ ജഗദീശ ഹരേ കൃഷ്ണ ജയ ജഗദീശ ഹരേ ജയ ഗുരുമാരുത മന്ദിരനാഥ ജയ ജഗദീശ ഹരേ ദേവാ ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇന്ന് ഏകാദശി ശ്രീമദ് ഭഗവത്ഗീത ഏകത്തെയാ വയ്ക്കുന്നു. 15 മാത്രം വയ്ക്കല്ലോ. 11 ഇല്ല 11 11 പറയാം. വ്രതം നാളെ വെളിയും ഇന്നും നാളെയും പറയുന്നുണ്ട്. ഇല്ല അതെ, ഇതും ഇന്ന് പൂർണ്ണ ഏകാദശി. അവരിടും മെസ്സേജ് അതെ അതെ, 2 ദിവസം വരുന്നുണ്ട്. നാളത്തേക്ക് പാടില്ല. കുറച്ചെന്തോ ദശമിയാംശം. ദശമി. പക്ഷെ ഇന്നാണ് പൂർണ്ണ. ഇന്ന് 60 നാഴികയുണ്ട്. പൂർണ്ണ 60 നാഴികയുണ്ട്. അതെ. അല്ല പത്മാവതിക്ക് എപ്പോഴാ? ഞാൻ നാളെ എടുക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ കൃഷ്ണായ നമഃ. ഓം തത്സത്. എനിക്ക് ഇന്നലെ ഏകാദശി. ഇന്നില്ല. നമോ ഭഗവതേ വാസുദേവായ.